അപ്പൊ നമ്മുടെ പോർച്ചർ സീരീസ് എന്ന് പറഞ്ഞാൽ ആരെയും കണ്ടോന്ന് എനിക്കറിയത്തില്ല. ആനവേട്ടക്കാരുടെ കഥ പറയുന്ന, അവരെ പിടിക്കാൻ പോകുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കഥ പറയുന്ന ഒരു അടിപൊളി വെബ് സീരീസ് ആണ്. ഒരു രക്ഷയില്ലാത്തൊരു വെബ് സീരീസ് ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ നിമിഷ വിജയനുണ്ട്, റോഷൻ മാത്യു ഉണ്ട്, പിന്നെ മാള പാർവതി ഉണ്ട്. ഓക്കെ, ഇവരൊക്കെയാണ് നമ്മുടെ മലയാളത്തിൽ മെയിൻ ആയിട്ട് ഉള്ള ആൾക്കാർ. ഇതിനകത്ത് മലയാളം കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഈസി അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് കുറെ ഭാഷകൾ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളത്തിലാണ് അതിന്റെ ഒറിജിനൽ ഡബിങ് മലയാളത്തിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത്. പിന്നെ ഹിന്ദി, അങ്ങനെ തമിഴ് കുറെ മിക്സ്ചറായിട്ട് അങ്ങനെ വരുന്നുണ്ട്. എങ്കിലും മലയാളം തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കുറെ വൈൽഡ് ലൈഫ് സ്റ്റോറിയാണ്. ആന വേട്ട നടത്തുന്ന ആൾക്കാരെ പിടിക്കാൻ പോവുകയും അതിനുണ്ടാവുന്ന കാര്യങ്ങളും, പിന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസും ഇമോഷൻസും കാര്യങ്ങളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. നാച്ചുറലി പറയുവാണെങ്കിൽ ഇതൊരു എങ്ങനെ നടക്കുന്നോ ആ രീതിയിലാണ് ഈ സിനിമ, ഈ ഒരു സീരീസ് കാണിച്ചേക്കുന്നത്. എങ്ങനെ നമുക്കത് റിയൽ ലൈഫിൽ നടക്കുന്നുണ്ടോ അതേപോലെ പച്ചയ്ക്ക് അതേപോലെ രണ്ടുപേരെ മൂന്നാലഞ്ച് പേരെ കുത്തി ബലക്കുന്ന അങ്ങനത്തെ സീനുകളോ ഒന്നുമില്ല. നാച്ചുറൽ റിയൽ ലൈഫ് സ്റ്റോറി തന്നെയാണ്. അത് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ വളരെയധികം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ആകെ ഇതിനകത്ത് ഒരു നെഗറ്റീവ് അല്ല, ഒരു കുറവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ CG വർക്ക്, അതായത് VFX ചെയ്തത് കുറച്ചൊരു ലോ ആയിട്ടാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ അത് സ്റ്റോറി ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ സമയത്ത് സ്റ്റോറി കൊണ്ടാണ് അത് കവർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കുറച്ച് കോമഡി സീൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രണയം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് വളരെ പരുഷമായ വാക്കുകളിലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്കത് ചിലപ്പോൾ പിടിക്കാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. 8 എപ്പിസോഡായിട്ടാണ് ഇതിനെ പറയുന്നത്. അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ആവും. ഒരാന എങ്ങനെയാണ് കാട് നിലനിർത്തുന്നത്, അല്ലെ ആനകൾ എങ്ങനെയാണ് കാട് നിലനിർത്തുന്നത്, കാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാവും. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണെങ്കിലും കുറച്ചുകൂടെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഇതനുസരിച്ചാവുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. 2024 ഞാൻ കാണുന്ന മൂവീസും സീരീസും ഒക്കെ ഏകദേശം അതിനകത്തൊരു മൂവി മാത്രം, ഇംഗ്ലീഷ് സീരീസ് ആണ് ഞാൻ സ്ഥിരമായി വിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സീരീസ് ആകെ 2 എണ്ണം, രണ്ടാമത്തെയാണ് ഇപ്പം കണ്ടത്. ആദ്യത്തെ കണ്ടത് ദി വില്ലേജ് ആണ്, നമ്മുടെ ആര്യയുടെ. സെക്കൻഡ് ഇപ്പൊ കാണുന്നത് നിമിഷ വിജയന്റെ സീരീസ്. അടിപൊളി സീരീസ്, ഒരു രക്ഷയില്ല, ഞാനൊന്നും പറയാനില്ല. നിങ്ങൾ പോയി കണ്ടു നോക്കുക. 8 എപ്പിസോഡ് കണ്ടു നോക്കുമ്പോൾ തന്നെ ത്രില്ലിംഗ് ആണ്. ഒരു ത്രില്ലർ ക്രൈം ഡ്രാമ എന്ന് തന്നെ പറയാം. ആ രീതിയിൽ വരുന്ന ഒരു സ്റ്റോറിയാണ്. അത് നിങ്ങൾ പോയി കണ്ടു നോക്കുക.